മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലൂടെ ഒന്ന് കടന്നുപോവുക മാത്രമാണ് ഈ ചിത്രം ചെയ്യുന്നത്. ഇസ്ലാമിന്റെ ഏതു മുന്നേറ്റത്തിനും നേതൃത്വം നൽകിയിരുന്നത് തിരുമേനി തന്നെയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് തുടങ്ങി ഒട്ടനവധി പ്രമുഖ സഹാബികൾ സദാസമയവും തിരുമേനിയുടെ കൂടെ തന്നെയായിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ അവരെയൊന്നും ചിത്രീകരിച്ചിട്ടില്ല. അതേസമയം ചിത്രീകരിച്ച ചരിത്ര മുഹൂർത്തങ്ങളിലെല്ലാം തിരുമേനിയും പ്രമുഖ സഹാബികളും മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു എന്ന വസ്തുതയോടുകൂടിയായിരിക്കണം ഈ ചിത്രം കാണേണ്ടത്. പ്രവാചക ചരിത്രം പഠിക്കാനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഈ ചിത്രം. വിശദാംശങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും നേടിയെടുക്കാൻ ശ്രമിക്കുക. കെയ്റോയിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ലബനാനിലെ ഉന്നത ഇസ്ലാമിക സഭയും ഈ ചിത്രത്തിന്റെ വിശ്വാസ്യതയ്ക്കും സൂക്ഷ്മതയ്ക്കും അംഗീകാരം നൽകിയിട്ടുണ്ട്. പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരാശിക്കുമേൽ അജ്ഞതയും അന്ധകാരവും അക്രമവും ദുരാചാരങ്ങളും നിറഞ്ഞു നിന്ന കാലം ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അറേബ്യയിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്ന മക്കയിൽ നടന്ന സംഭവമാണിത്. മക്ക, ഇവിടെയാണ് ഏകദൈവത്തെ ആരാധിക്കുവാനായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പരിശുദ്ധ ഭവനമുള്ളത്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും പാദസ്പർശമേറ്റ ആ മണ്ണ് കടുത്ത ബിംബാരാധനയിലും അജ്ഞതയിലും മദ്യാസക്തിയിലും മുങ്ങിനിന്ന കാലം. പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനകരമായി കരുതുകയും അവരെ ജീവനോട് കുഴിച്ചുമൂടുകയും ചെയ്തിരുന്ന ജനത. ഗോത്രങ്ങൾ തമ്മിൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും തലമുറകളോളം യുദ്ധം ചെയ്തിരുന്നു അവർ. സ്ത്രീകളെ വെറും ഭോഗവസ്തുവായി മാത്രമേ അവർ കരുതിയിരുന്നുള്ളൂ. അങ്ങനെ കാലം കടന്നുപോകവേ സർവാന്ധകാരത്തിൽ മുങ്ങിക്കുളിച്ച അവരെ സംസ്കരിക്കാനും ഏകദൈവ വിശ്വാസത്തിന്റെ ശീതളഛായയിലേക്ക് നയിക്കാനും കാരുണ്യവാനായ ദൈവം ഒരു ദൂതനെ നിയോഗിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം AD 571 ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിൽ അബ്ദുള്ളയുടെയും അമിനയുടെയും മകനായി പിറന്ന സത്യസന്ധൻ. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. 6 വയസ്സാകുമ്പോൾ മാതാവ് ആമിനയും മരണപ്പെട്ടു. തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബിന്റെയും അദ്ദേഹത്തിന്റെ മരണശേഷം പിതൃവൻ അബൂ താലിബിന്റെയും സംരക്ഷണത്തിലാണ് മുഹമ്മദ് വളർന്നത്. അറേബ്യയിൽ നിലനിന്നിരുന്ന എല്ലാ ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ചെറുപ്പം മുതലേ തിരുമേനി മുക്തനായിരുന്നു. يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم. يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم. نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما. نبي رب العالمين الصادق الهادي الأمين الطاهر الدمث الذي للحق صار معلما. للحق صار معلما. ذاك الذي رب العلا صلى عليه وسلم. صلى عليه وسلم.